കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 9-ാം തിരുവചനം വ്യക്തമാക്കുന്നു, ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിച്ചു. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവ സാന്നിധ്യം കൂടെയിരിക്കും. എല്ലാ ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ജോസഫ് അനുഭവിച്ച എല്ലാ ദുരിതങ്ങളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, അപമാനങ്ങളിൽ നിന്നും ജോസഫ് സ്നേഹിച്ച, ആരാധിച്ച ദൈവം വിടുതൽ നൽകി. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജോസഫിനെ ദൈവം ഉയർത്തി. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി നിയമിക്കുകയും അവന്റെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യം കടന്നു വരുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ അനുഗ്രഹം വിദൂരമല്ല എന്ന് ഓർത്ത് ദൈവത്തിൽ നാം ആശ്രയിക്കണം, അവിടുത്തെ ആരാധിക്കണം. നമ്മെ ദൈവാശ്രയം ഉയരങ്ങളിലെത്തിക്കും, നമ്മെ സംരക്ഷിക്കും. ഒരു നാളും കൈവിടാത്ത ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വസിക്കുക, നീ അത്ഭുതങ്ങൾ കാണും. കർത്താവിന്റെ സന്നിധിയിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. സങ്കീർത്തകൻ പറയുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു. നമുക്ക് കർത്താവിനെ സമീപിക്കാം, ആരാധിക്കാം. അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ, നല്ല ദൈവം. ജീസസ്, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് കടന്നു ചെല്ലാം. അവിടുന്ന് നമ്മെ കൈവിടാത്ത ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ഒറ്റപ്പെടുകയും നാം പലപ്പോഴും പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴലുകയും ചെയ്യുമ്പോൾ നമ്മെ കൈപിടിച്ച് താങ്ങി നടത്തുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് പറയുന്നു, മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ജീസസ്. Hallelujah. Hallelujah.
ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും നേടിയെടുക്കുവാൻ ദൈവ സാന്നിധ്യം തിരികെ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തോടെ നമ്മെ സഹായിക്കുന്ന നല്ല നാഥന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാം. അവിടുന്ന് നമ്മെ രക്ഷയിലേക്ക് നയിക്കും. അവിടുന്ന് നമ്മെ കൈവിടുകയില്ല. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടെ ചുവട് വെച്ചുകൊണ്ട് പറയാം. ഹല്ലേലൂയ. യേശുവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവൻ. നമുക്ക് വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ശരണം പ്രാപിക്കാം. ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം എന്ന് പറഞ്ഞ തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കടന്നു പോകാം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. എന്നീ വചനം ശ്രവിക്കുന്ന സകലരെയും കർത്താവായ യേശുക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.